നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടതിന് മറ്റുള്ള പാർട്ടിക്കാർ CPM-നെ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ കൂട്ടത്തിൽ നിൽക്കുന്നവർ തന്നെ ഇത്രയും ഭീകരമായി വിമർശിക്കുന്നതിന് പിന്നിൽ എന്താണ് ഉള്ളത്? കോൺഗ്രസ് നേതാക്കന്മാർ പോലും ഉയർത്താത്ത അത്രയും വലിയ വിമർശനവും ആരോപണങ്ങളുമാണ് CPI നേതാക്കൾ CPM-നെതിരെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമായും പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPI-യുടെ ആരോപണങ്ങൾ എല്ലാം തന്നെ. ഭരണവിരുദ്ധ വികാരം എന്ന് ആദ്യം വിമർശനം ഉന്നയിച്ചത് തന്നെ CPI ആണെന്ന് നമുക്കെല്ലാം അറിയാം. SFIയെയും EP ജയരാജനെയും എല്ലാം ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പലയിടത്തും പരാമർശങ്ങൾ നടത്തുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇടതുമുന്നണിക്ക് ഇത്തരത്തിലൊരു വീഴ്ചയുണ്ടായി എന്ന് പഠിക്കാൻ പക്ഷേ തയ്യാറാകുന്നില്ല എന്ന് വേണം കരുതാൻ. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ മാത്രമാണോ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് യഥാർത്ഥ കാരണക്കാരൻ? അതിലെല്ലാ മന്ത്രിമാർക്കും പങ്കില്ലേ? എന്തിനാണ് CPI ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പുകൾ എയ്യുന്നത്? ഇപ്പോൾ EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെടുന്നതിന് എന്താണ് കാരണം? CPI മാത്രമേ ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. CPIയെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത ഒരു പാർട്ടിയാണെന്ന് ബിനോയ് വിശ്വത്തിന് പോലും നന്നായി അറിയാവുന്നതാണ്. ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം നിൽക്കാം എന്ന് കരുതിയാലും കാര്യമില്ല. ഇടതുപക്ഷത്ത് നിന്നാൽ മാത്രമേ CPI എന്ന പാർട്ടിക്ക്, രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നും തിരിച്ചറിയാതെയാണ് ഇത്തരത്തിൽ വിമർശനവുമായി ബിനോയ് വിശ്വം രംഗത്തെത്തിയിട്ടുള്ളത്. എന്നാൽ എന്നു മുതലാണ് CPIക്ക് CPM-നോട് എതിർപ്പ് തോന്നി തുടങ്ങിയത് എന്ന് ആലോചിച്ച് നോക്കണം. അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തിലേക്ക് വന്നതാണ് CPI വിരളി പിടിപ്പിച്ചിട്ടുള്ളത്. അന്ന് മുതൽ തന്നെ CPM-ന്റെ നയങ്ങൾക്കെതിരായുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ഈ പേരിൽ മുന്നണി വിട്ട് UDF-ന്റെ ഭാഗമായി പ്രവർത്തിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. അതുമാത്രമല്ല, രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ തങ്ങൾക്കുള്ള സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടാണ് CPI സ്വീകരിച്ചത്. മന്ത്രിസഭയിൽ പോലും വേണ്ടത്ര അംഗബലമുള്ള CPI പക്ഷേ ഇക്കാര്യത്തിൽ മത്സരിച്ചത് ജോസ് കെ മാണിയെ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതിന് വേണ്ടിയായിരുന്നു. തോൽവിയുടെ കാരണക്കാരൻ മുഖ്യമന്ത്രിയാണെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് പോലും വിലയിരുത്തിയപ്പോഴും വളരെ ഡിപ്ലോമാറ്റിക്കായ സമീപനമാണ് ജോസ് കെ മാണി സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയാണ് തോൽവിയുടെ കാരണക്കാരൻ എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. ഇനി മന്ത്രിസ്ഥാനത്തിരിക്കുന്ന P പ്രസാദും K രാജനും GR അനിലും ചിഞ്ചുറാണിയും അടക്കമുള്ളവർ ആ സ്ഥാനത്തെത്തിയതിന്റെ പ്രധാന കാരണം CPI നേതാക്കന്മാർ ആണ് എന്നുള്ളതാണോ എന്നുള്ള കാര്യം സത്യത്തിൽ ബിനോയ് വിശ്വം ആലോചിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്ന ഒരു വിമർശനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുന്നണി മാറ്റം അനിവാര്യമാണെന്നാണ് പൊതുവിൽ ഉയർന്ന ആവശ്യം. അതായത് ഇടതുപക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെ മുന്നണി മാറ്റത്തെക്കുറിച്ച് നേതൃത്വം ചിന്തിക്കണമെന്ന് തന്നെയാണ് പ്രധാനമായി ഉയർന്നത്. അതേസമയം CPI മന്ത്രിമാർ എല്ലാവരും തന്നെ വൻ പരാജയമാണെന്നുള്ള വിലയിരുത്തലും ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നിരുന്നു. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസിന്റെ വരവ് CPIക്ക് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് അത് സംബന്ധിച്ച വിലയിരുത്തൽ ഇങ്ങനെയാണ്: കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. പലരും അവരുടെ രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വിജയിച്ച് കയറിയിട്ടുള്ളത്. ഈ മന്ത്രിമാരുടെ കാര്യം, അതോടൊപ്പം തന്നെ അവരെ പിന്താങ്ങി നിൽക്കുന്ന ഇടതുപക്ഷവും വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ VS സുനിൽകുമാർ പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണക്കാരൻ EP ജയരാജനാണ് എന്ന് ബിനോയ് വിശ്വം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെ വിശ്വസിക്കുന്നു. പ്രകാശ് ജാവദേക്കറുമായി EP നടത്തിയ കൂടിക്കാഴ്ചയുടെ പരിണിത ഫലമാണ് തൃശ്ശൂരിലെ തോൽവി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ബിനോയ് വിശ്വം അതിനെ നോക്കിക്കാണുന്നത്. കേരളത്തിൽ ഇനി ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ട് പ്രയോജനമൊന്നും ഇനിയും പാർട്ടിക്കുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് മൊത്തത്തിൽ വിലയിരുത്തുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിയിൽ നിന്നിട്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടാൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ നിന്നാൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും എന്നും വിലയിരുത്തലുണ്ട്. അതിന്റെ അർത്ഥം UDF-ലേക്ക് തന്നെ ചേക്കാറാനുള്ള ശ്രമത്തിന്റെ ആദ്യ പടിയായിട്ടാണ് ഇന്ത്യ മുന്നണി പ്രവേശത്തെ CPI കാണുന്നത് എന്ന് തന്നെയാണ്. ധനവകുപ്പ് മറ്റു മന്ത്രിമാരുടെ പ്രവർത്തനത്തിനാവശ്യമായ തുക പോലും നൽകുന്നില്ല എന്നുള്ളതും CPIയുടെ മനം മാറ്റത്തിന് കാരണമായി മാറി. മന്ത്രിമാർക്കെതിരായും വിമർശനം നിലവിലുണ്ട്. മന്ത്രിമാർ കഴിവുകെട്ടവരാണെന്നുള്ള പരോക്ഷമായ പ്രതികരണവും CPI നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിനേറ്റ തോൽവിക്ക് CPM-നെ മാത്രം കുറ്റം പറഞ്ഞ് തടിതപ്പുന്ന ബിനോയ് വിശ്വം ആത്മവിമർശനം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? CPI കൂടി അടങ്ങുന്നതാണ് ഇടതുപക്ഷം. ആനി രാജയും VS സുനിൽകുമാറും അരുൺകുമാറും പന്നിൻ രവീന്ദ്രനും തോറ്റുപോയത് ആരുടെ കഴിവുകേടാണ്? അതിനും കാരണക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണോ? വേണ്ട വിധത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതിൽ CPI എന്ന പാർട്ടി പലപ്പോഴും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
പ്രാദേശിക തലത്തിൽ പോലും പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താൻ CPIക്ക് കഴിയാതെ പോകുന്നു. ബിനോയ് വിശ്വം അടക്കമുള്ള CPI നേതൃത്വത്തെ ഇത്തരത്തിലുള്ള വിമർശനം നടത്തുന്ന സമയത്ത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പൊതുധാരയിൽ നിന്ന് തന്നെ പലപ്പോഴും ഒഴിഞ്ഞുമാറി നിൽക്കുകയും ചെയ്യും. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നീക്കവും നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല. 1959 രൂപം കൊണ്ട AIYF എന്ന സംഘടന കേരളത്തിലുണ്ടോ എന്ന കാര്യത്തിൽ CPIക്ക് പോലും സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് CPI എന്ന സംഘടനയുടെ പേര് പോലും ഉയർന്നു കേൾക്കുന്നത്. നേതാക്കന്മാരിൽ പലരും ഇപ്പോഴും വാത്മീകത്തിനുള്ളിൽ തന്നെയാണ് കഴിയുന്നത്. ആദ്യം സ്വന്തം പാർട്ടി നേരിടുന്ന പ്രതിസന്ധികൾ മറികടക്കുന്നതിനുള്ള വഴികളാണ് CPI ആലോചിക്കേണ്ടത്. അല്ലാതെ സ്വന്തം പരാജയത്തെ മുന്നണിയിലെ പ്രധാന കക്ഷിയിലെ നേതാക്കന്മാരുടെ മേൽച്ചാരി രക്ഷപ്പെടുകയല്ല വേണ്ടത്. സ്വയം തിരുത്തേണ്ടവർ തിരുത്തുക തന്നെ വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.